ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത് മാതാ അമൃതാനന്ദമയിനെ കാണാനുള്ള ഒരു അവസരവും അവർക്ക് ഫോട്ടോ കൊടുക്കാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത്. അമൃതാനന്ദമയിയെ കാണാൻ വേണ്ടിയിട്ട് ആരും ഒന്നും ശരിയാക്കി തന്നതൊന്നുമല്ല, സ്വമേധയാ പോയതാണ്. പോവാനുള്ള കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അമ്മയുടെ ഭക്തന്മാരായിട്ടുണ്ട്. അപ്പം അമ്മേനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം എനിക്കൊന്ന് കാണണമല്ലോ എന്നുള്ളൊരാഗ്രഹം തോന്നി. അങ്ങനെ ഇരിക്കെയാണ് 2016-17 കാലഘട്ടങ്ങളിൽ ഞാൻ കൊല്ലത്ത് ആശ്രമത്തിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ ഞാനും ഭർത്താവും കുട്ടികളും കൂടിയിട്ടാണ് ഞാൻ ആശ്രമത്തിൽ പോകുന്നത്. അങ്ങനെ പോയിട്ട് അവിടുത്തെ ചിട്ടാവട്ടങ്ങൾ എന്താണെന്നോ എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ പോയി കാര്യം പറഞ്ഞു. ഇങ്ങനെ അമ്മക്കൊരു ഫോട്ടോ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആ ചേട്ടനാണ് പറഞ്ഞത്, അമ്മ ബീച്ചിൽ ധ്യാനത്തിനായിട്ട് പോവും, ആ ഒരു സമയത്ത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങളും ബീച്ച് സൈഡിലേക്ക് പോയി നിന്നു. അങ്ങനെ അമ്മ വന്നു. അങ്ങനെ ധ്യാനം തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ മുരളി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി നിങ്ങൾക്കൊരു ഫോട്ടോ കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ അമ്മനെ ഫസ്റ്റിൽ കണ്ടപ്പോൾ അമ്മ ആദ്യം തന്നെ എൻ്റെ മോളെ എന്നാണ് വിളിച്ച്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ ഇവർക്ക് എൻ്റെ മുമ്പേ പരിചയമുണ്ടോ, ഒരുപാട് കാലം പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആണ് കേട്ടോ അമ്മ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിച്ചത്. അങ്ങനെ അമ്മക്ക് ഫോട്ടോ കൊടുത്തു. ഫോട്ടോ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തില്ല കേട്ടോ, കാരണം അവിടെയൊന്നും ക്യാമറ അലോഡ് അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, എന്നാലോ കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനുമായി പെട്ടു. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, എൻ്റെ കൂടെ ഒന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓ അതിനെന്താ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞെട്ടിച്ചാഞ്ഞു കേട്ടോ, കാരണം അനേകം ഭക്തന്മാർ അവിടെ വരാറുണ്ട്, അവർക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം കേട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ അമ്മയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോരുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നീട് ഞാൻ അമ്മയുടെ അടുത്തെത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ വർഷങ്ങൾക്കിപ്പുറം 2021 അത് ഞാൻ ഗുരുവായൂർ 101 ഫോട്ടോ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊയിലാണ്ടി ആശ്രമത്തിലെ സ്വാമിയും ഞാനും കൂടിയാണ് കൊല്ലത്തെത്തി അമ്മനെ കാണുന്നത്. അങ്ങനെ അമ്മനെ കണ്ടു. അന്നും ഇതേപോലെ ഞാൻ ഒരു ഫോട്ടോ സമ്മാനിച്ചു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റിൽ ഈ സ്ക്രീനിൽ 1-2 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഫോട്ടോ ശരിക്കും ഞാൻ തുറന്ന് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഒരു കഥയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അമ്മക്ക് ഫോട്ടോ സമ്മാനിച്ച സമയത്ത് അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഇതിനു മുമ്പേ ഞാൻ കൊടുത്ത ഫോട്ടോ അമ്മയുടെ റൂമിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ തുറന്നു പോയിട്ടോ. ആ ഒരു ഫോട്ടോ ആണ് നിങ്ങളൊന്ന് സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ അമ്മനെ രണ്ടാമതും കണ്ടു. കൊറോണ സമയമായിരുന്നു തോന്നുന്നു ആ സമയത്ത്, മാസ്കൊക്കെ ഇട്ടത് അതുകൊണ്ടാണ്. അങ്ങനെ അമ്മനെ വീണ്ടും കണ്ടു, ഞാൻ ഫോട്ടോ സമ്മാനിച്ചു. ഇങ്ങനെ ഗുരുവായൂർ 101 ഫോട്ടോ സമർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആണ് രണ്ടാമത് ഞാൻ ആശ്രമത്തിൽ പോയിട്ട് അമ്മനെ കാണുന്നത്. അങ്ങനെ ഈ 2 സാഹചര്യങ്ങളിലാണ് ഞാൻ അമ്മനെ കാണാനിടയായതും ഫോട്ടോ സമ്മാനിക്കാനിടയായതും. ഇതേപോലെ ലാലേട്ടൻ വീട്ടിൽ വെച്ചതുപോലെ തന്നെ അമ്മയുടെ റൂമിലും വെച്ചു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എൻ്റെ കണ്ണൻ പലരുടെയും എടുത്തിട്ടുണ്ട്, അത് കണ്ണൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം എത്തിപ്പെട്ടതാണെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്.